അച്ഛൻ മരിച്ച ശേഷം ആ പെൺകുട്ടിക്ക് അച്ഛന്റെ സ്വത്തായി ഒരു പെയിന്റിങ് കിട്ടുന്നു. പക്ഷെ ആ പെയിന്റിങ് കിട്ടുന്ന അവൾ അതിന് പിന്നിലെ ആ ഒരു വലിയ രഹസ്യം അറിഞ്ഞിരുന്നില്ല. ആ പെയിന്റിങ്ങുമായി അടുത്തിടപെടുന്നവരെ ഒക്കെ കാത്തിരുന്നത് മരണമായിരുന്നു. എന്താണ് ആ പെയിന്റിങ്ങിന് പിന്നിലെ രഹസ്യം എന്ന കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞ് 2022 റിലീസായ ക്രാക്ട് എന്ന ഒരു ഹൊറർ ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങളെ കാത്ത് രസകരമായ ക്ലൈമാക്സ് ട്വിസ്റ്റ് കാത്തിരിപ്പുണ്ട്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ റോജയെ കാണിച്ചുകൊണ്ടാണ്. റോജ ഇപ്പോ താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. അവിടെ ഇപ്പോ ധൃതിയിൽ ആരൊക്കെയോ ഫോൺ ചെയ്ത് കുറച്ച് കാശ് വാങ്ങിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു റോജ. കാരണം മകൾ റേച്ചലിന് എമർജൻസി ആയി ഓപ്പറേഷൻ ചെയ്യണം. ആ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ റേച്ചലിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷെ എത്രത്തോളം ആളുകളെ വിളിച്ച് ചോദിച്ചിട്ടും ആരും കാശ് കൊടുക്കാനായി തയ്യാറാവുന്നില്ല. അമ്മ വിഷമിച്ചിരിക്കുന്നത് കണ്ട് കുഞ്ഞിന് പന്തികേട് തോന്നുന്നുണ്ട്. അമ്മ എന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന് അവൾ സങ്കടത്തോടെ ചോദിക്കുമ്പോ ഇല്ല, എത്രയും പെട്ടെന്ന് എങ്ങനെയും മോളുടെ ഓപ്പറേഷൻ അമ്മ നടത്തിയെടുക്കും എന്ന് പറഞ്ഞ് റോജ മോളെ സമാധാനിപ്പിച്ച് ഉറങ്ങാനായി കിടത്തുന്നു. അങ്ങനെ കുഞ്ഞുറങ്ങിയ ശേഷം തന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ നോക്കി റോജ സങ്കടപ്പെടുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ട അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ആ ഒരു സങ്കടം കേൾക്കുമ്പോൾ തന്നെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. എന്തെങ്കിലും അങ്ങനെ റോജ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ചുറ്റിനും നടക്കുന്നത് കണക്കുണ്ട്. മനസ്സാകെ തകർന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു തോന്നലായിരിക്കാം എന്ന് കരുതി അവൾ അവിടെ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. നേരെ ചെന്ന് പീപ്പ് ഹോൾ വഴി ആരാണതെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് അച്ഛന്റെ സുഹൃത്താണ്. റോജ, മോൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മോളുടെ അച്ഛന്റെ സുഹൃത്താണ്. എന്തിനാ ഇപ്പൊ വന്നതെന്ന് അത് കേട്ട് അവള് ചോദിക്കുമ്പോൾ മോളുടെ അച്ഛൻ കുറച്ചു നാൾ മുന്നേ മരണപ്പെട്ടു. മരിക്കുന്നതിന് മുന്നേ ആർട്ടിസ്റ്റ് ആയ അദ്ദേഹം വരച്ച ഒരു പടമുണ്ട്, അത് മോള് കാണണമെന്നും പറഞ്ഞ് ആ അങ്കിള് അവളെ നിർബന്ധിക്കുമ്പോ റോജ ഒന്നും മിണ്ടുന്നില്ല. തന്റെ അച്ഛന്റെ കാര്യങ്ങൾ ഓർക്കുന്ന അവൾ എന്തായാലും തിരിച്ചുപോയി അച്ഛൻ താമസിച്ചിരുന്നിടത്ത് നിന്ന് മോളുടെ ഓപ്പറേഷനുള്ള കാശ് എങ്ങനെയും കിട്ടുമോ എന്നൊന്ന് നോക്കാമെന്ന് റോജയ്ക്ക് ഒരു തോന്നൽ. അതിനുശേഷം ബെഡിൽ ഉറങ്ങാനായി വന്ന് കിടക്കുന്ന ടീം ഒരു പേടിപ്പെടുത്തുന്ന രൂപം ബെഡിൽ കിടന്നിരുന്ന് തന്റെ മകളുടെ സ്ഥാനത്ത് കിടക്കുന്നതായും അവൾക്ക് തോന്നുന്നുണ്ട്. റോജ ആ ഒരു കാര്യം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. വീട്ടിലെത്തിയ അച്ഛന്റെ സുഹൃത്തിന്റെ കൂടെ താൻ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം റോജ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവളുടെ അച്ഛൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം റോജ വന്നിരിക്കുകയാണ്. മുത്തശ്ശന്റെ വീട് വലിയ വീടാണല്ലോ എന്ന് അത് കണ്ട് റേച്ചലും പറയുന്നു. ഈ സമയം വീടിനകത്തേക്ക് കടക്കുന്ന റേച്ചലിന് ഒരു മുറിക്കകത്ത് തുണി വെച്ച് മൂടി നിൽക്കുന്ന ഒരാളെ കണക്കൊരു വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ട്. റേച്ചൽ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോ എന്തു പറ്റിയെന്ന് റോജ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലാന്ന് പറഞ്ഞ് റേച്ചൽ അത് വിടുന്നു. അപ്പോഴാണ് തന്റെ അമ്മയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് റോജ ശ്രദ്ധിക്കുന്നത്. കുറച്ചു നേരം അമ്മയെ കണ്ടിങ്ങനെ പഴയ ഓർമ്മകളിൽ നിന്നിരുന്നത് കൊണ്ട് തന്നെ അടുത്തു നിന്നിരുന്ന റേച്ചൽ മാറിപ്പോയ കാര്യം റോജ ശ്രദ്ധിച്ചിരുന്നില്ല. റേച്ചൽ ആകട്ടെ അവിടെ ഒരു മുറിക്കകത്തേക്ക് അപ്പോഴേക്കും കയറി പോയിട്ടുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് റേച്ചലിനെ കാണുന്നില്ലല്ലോ എന്നോർക്കുന്ന റോജ അവളെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ റേച്ചൽ നിന്നിരുന്ന മുറിയിലേക്ക് റോജയും ചെല്ലുന്നു. അവിടെ ഒരു പെയിന്റിംഗിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു റേച്ചൽ. അത് റോജയുടെ അച്ഛൻ വരച്ച പെയിന്റിംഗ് ആണ്. അതിലുള്ളത് അച്ഛനും അമ്മയും റോജയുമാണ്, കുഞ്ഞു റോജ. ആ ഒരു പെയിന്റിംഗില് അച്ഛന്റെ കണ്ണുകൾ മാത്രം ഒരു പെയിന്റിംഗ് കണക്കല്ല, റിയൽ കണ്ണുകൾ കണക്കുണ്ടെന്ന് നോക്കുമ്പോഴേ വല്ലാത്തൊരു തോന്നല് റോജയ്ക്ക് വരുന്നു. ആ വീട്ടിൽ ഇവർക്ക് പുറമെ ഒരു സഹായിയുണ്ട്. ആ ജോലിക്കാരിയെ റേച്ചലിനെ ഏൽപ്പിച്ച് അച്ഛൻ വരച്ച ആ ഒരു പെയിന്റിംഗ് കാണാനായി അച്ഛന്റെ സുഹൃത്തിന്റെ കൂടെ റോജ പോകുന്നു. ഈ വീടിന് കുറച്ച് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഔട്ട് ഹൗസ് കണക്കുള്ള സ്ഥലത്തായിരുന്നു റോജയുടെ അച്ഛൻ പടം വരയ്ക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ അങ്ങോട്ടേക്കാണ് ആ പെയിന്റിംഗ് കാണാനായി പോകുന്നത്. അങ്ങനെ അവിടെ 2 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടും വെള്ള തുണി വെച്ച് മൂടിയിരിക്കുകയാണെങ്കിലും അത് മാറ്റി നോക്കുമ്പോൾ രണ്ടും സ്ത്രീകളുടെ ചിത്രങ്ങളാണെന്നും വളരെ വ്യത്യസ്തമായ ഭാവത്തിൽ എന്താണ് ആ ഇമോഷൻ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണക്ക് 2 സ്ത്രീകൾ ഇരിക്കുന്ന ചിത്രങ്ങൾ. അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ ചിത്രം പെട്ടെന്നൊന്ന് അനങ്ങുന്നതായി, അതിൽ ആ ഒരു പാമ്പൊക്കെ ഒന്ന് അനങ്ങുന്നതായൊക്കെ റോജയ്ക്ക് തോന്നുന്നുണ്ട്. റോജ അത് കണ്ട് എന്തെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് ആ പെയിന്റിംഗിന് പിന്നിലെ രഹസ്യം ഈ അങ്കിൾ പറയുന്നത്. ഈ പെയിന്റിംഗ് പലരും വാങ്ങിച്ചതാണെന്നും പക്ഷെ വാങ്ങിക്കുന്നവരൊക്കെ തന്നെ അധികം വൈകാതെ തൂങ്ങി മരിക്കുകയാണെന്നും മരിക്കുന്നതിന് മുന്നേ അവർ ഈ പെയിന്റിംഗ് എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടേക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കെന്ന് ഒരു കുറിപ്പ് അതിന്റെ അടുത്ത് എഴുതി വെച്ചാണ് മരിക്കുന്നതെന്നും അങ്ങനെ ഇത് പല കൈമറിഞ്ഞ് ഒടുക്കം ഇവിടെ തന്നെ വന്നുവെന്നും പക്ഷെ വൻ ഡിമാൻഡാണ് ഈ പെയിന്റിംഗ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മോടി പിടിപ്പിച്ച് വിറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൽ പറ്റിയിരിക്കുന്ന ഈ ക്രാക്കും കാര്യങ്ങളും ഒക്കെ മാറ്റി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുത്ത് വിൽക്കാം, നല്ല തുക കിട്ടും, നമുക്കത് പങ്കിട്ടെടുക്കാമെന്നല്ല പറയുന്ന അങ്കിൾ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് താനിപ്പോ റോജ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് റോജ ആകെ അമ്പരന്നിരിക്കുമ്പോ അല്ല നിന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമോ എന്ന് അങ്കിൾ റോജയോട് ചോദിക്കുന്നു. ആക്ച്വലി അച്ഛൻ മരിച്ചത് പോലും തന്നെ റോജയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴാണ് ആ കാര്യം അറിയുന്നത്. അപ്പൊ അച്ഛന്റെ മരണത്തിന് പിന്നിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന മട്ടിൽ അങ്കിളുടെ ചോദ്യം കേട്ട് റോജ നോക്കിയിരിക്കുന്നു. നിന്റെ അച്ഛൻ ഈ സ്ഥലത്താണ് തൂങ്ങി മരിച്ചതെന്ന് അങ്കിൾ പറയുമ്പോഴാണ് ആ ഒരു കാര്യം റോജ അറിയുന്നത്. ഇതേ ടീം ജോലിക്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന റേച്ചലിനോട് അവർ നിന്റെ മുത്തശ്ശി എങ്ങനെ മരിച്ചതെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് എന്തോ അസുഖമായിരുന്നില്ലേ എന്ന് ആ കുഞ്ഞ് പറയുന്ന ടീം അങ്ങനാണോ, അല്ലാതെ തൂങ്ങി മരിച്ചതെന്ന് അറിയില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം. തൂങ്ങി മരിച്ചോ?
എന്ന് വെച്ചാൽ എന്താണെന്ന് ആ കുഞ്ഞിന് അറിയില്ല. അതുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവർ വിഷയം മാറ്റുന്നു. അങ്ങനെ അവർ ഒരു ജോലിക്ക് വേണ്ടി ഒന്ന് മാറിപ്പോകുന്ന ഗ്യാപ്പിന് ആരോ റേച്ചലിന് ചുവപ്പ് ഷോൾ പുതപ്പിക്കുന്നതായി കാണാം. അവൾ അത് ഇട്ടുകൊണ്ട് ആ ജോലിക്കാരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതാരാ മോൾക്ക് ഇട്ടു തന്നതെന്ന് അവരൊരു പേടിയോട് കൂടി ചോദിക്കുന്നു. നിങ്ങളല്ലേ എനിക്ക് ഇട്ടു തന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ പേടിപ്പിക്കാൻ നിൽക്കാതെ എന്നാൽ ഇവരല്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുള്ള ആ ഒരു ഭാവത്തിൽ എന്തോ ഒരു പേടി കണക്ക് പെട്ടെന്ന് തന്നെ അത് റേച്ചലിന്റെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നു. പിന്നീടും റേച്ചലിന് അതേ കണക്കൊരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. റേച്ചൽ ഒരു മുറിയുടെ ഡോറിന്റെ അവിടെ വെളുത്ത തുണി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണക്ക് ഇരിക്കുന്നത് കണ്ട് അതൊന്ന് എന്താണെന്ന് നോക്കാനായി അടുത്തേക്ക് പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് റൂജ വരുന്നു. റൂജ വിളിക്കുന്ന ശബ്ദം കേട്ട് റേച്ചൽ തിരിയുന്ന ഗ്യാപ്പിന് ആ തുണി ആരോ അകത്തേക്ക് വലിക്കുന്നതായും കാണാം. ഇങ്ങനെ രണ്ട് സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും റേച്ചൽ കുട്ടിയല്ലേ, അവൾക്ക് അതിന് പിന്നിലെ എന്തെങ്കിലും ഒരു അമാനുഷികത ഉണ്ടെന്നോ ആ സമയത്ത് തോന്നിയിരുന്നില്ല. അങ്ങനെ രാത്രിയാവുമ്പോ ആ ജോലിക്കാരിയാകട്ടെ മുന്നേ കിട്ടിയ ആ ഒരു ചുവപ്പ് തുണി എടുത്തുകൊണ്ട് ഒരാളൊഴിഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നതായും അതവിടെ വെച്ച് എന്നെ വെറുതെ വിടണം, ഉപദ്രവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതായും കാണാം. പക്ഷെ അവരവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം തന്നെ ഒരു കൈ അവരെ ലക്ഷ്യമാക്കി വരികയും രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ കാലേ വാരി ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി റേച്ചലും റൂജയും ഉറങ്ങാനായി കിടക്കുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഉണരുന്ന റൂജയ്ക്ക് റേച്ചൽ അടുത്തില്ലെന്ന് മനസ്സിലാവുന്നു. താഴത്തെ നിലയിലൂടെ റേച്ചൽ ഓടി കളിക്കുന്ന കണക്കൊരു ശബ്ദം കേട്ട് റൂജ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കാനായി ഒരുങ്ങുമ്പോഴേക്കും പിറകെ റേച്ചൽ നിൽപ്പുണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടോ? അപ്പൊ താഴെയുള്ളത് ആരാണെന്ന് മട്ടിൽ സംശയത്തിൽ റൂജ നിൽക്കുമ്പോഴാണ് പിറകെ നിൽക്കുന്ന റേച്ചലിനെ കട്ടിലിന്റെ അടിയിൽ നിന്ന് വന്ന ഒരു കൈ പിടിച്ച് വലിക്കുന്നതായി കാണുന്നത്. വേഗം തന്നെ അങ്ങോട്ടേക്ക് റേച്ചലിനെ രക്ഷപ്പെടുത്താനായി റൂജ ഓടി ചെല്ലുമ്പോഴേക്കും ഡോറ് വന്ന് ക്ലോസ് ആവുന്നു. പക്ഷെ അതിനു മുന്നേ കൈ അകത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന റൂജയുടെ കൈയെല്ലാം ശക്തിയിൽ അടയുന്ന ആ ഒരു കഥകിന്റെ ഇടയിൽ പെട്ടെന്ന് ഞെരുങ്ങി വളരെ വികൃതമാകുന്നതായി നമുക്ക് കാണാം. ആ ഒരു വേദനയിൽ അലറി വിളിച്ച് ഉറക്കമുണ്ടിരുന്ന റൂജയ്ക്ക് ഇതൊക്കെ തനിക്ക് വന്ന ദുസ്വപ്നമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആശ്വാസമാകുന്നത്. പക്ഷേ ആ സമയത്ത് ശരിക്കും റേച്ചൽ തന്റെ അടുത്തില്ലെന്നത് കണ്ട് വേഗം റൂജ അന്വേഷിക്കാനായി എഴുന്നേൽക്കുന്നു. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അവിടെ റേച്ചലിനെ കാണുന്നില്ല, മറിച്ച് ആ ജോലിക്കാരി വരുന്നുണ്ട്. എന്റെ മോളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി അന്വേഷിക്കാനായി തുടങ്ങുന്നു. ആ സമയത്ത് അവരുടെ കാലില് ഇന്നലെ ഇല്ലാത്ത പരിക്കിന്ന് കാണുന്ന റൂജ എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ അതിനുത്തരം പറയാതെ കൊച്ചു ചിലപ്പോ മോളുടെ അച്ഛൻ പടം വരയ്ക്കാറുള്ള ആ സ്ഥലത്ത് പോയി കാണുമോ എന്ന് അവർ ഉടനെ വിഷയം മാറ്റുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് റൂജ അന്വേഷിച്ച് ചെല്ലുന്ന ടീം ഇപ്പുറത്തേ ആരോ കൂട്ടിക്കൊണ്ടു പോകുന്ന കണക്ക് കാട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു റേച്ചൽ. അവൾ നടന്ന് അവിടെയുള്ള ഒരു പാമ്പിനെ ചവിട്ടാനായി വരുന്ന ആ ഒരു സമയത്ത് ആരോ അവളെ എടുത്തോണ്ട് പോകുന്നതായി നമുക്ക് കാണാം. അപ്പോഴേക്കും ആ മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന റൂജയെ ഒരു രൂപം ആക്രമിക്കുന്നു. രൂപം എന്നത് എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. തുണി മൂടിയ കണക്കൊരു രൂപമായിരുന്നു. പിന്നീട് ആ തുണി കൊണ്ട് അവളെ പൊതിഞ്ഞ് ഉപദ്രവിക്കുന്ന സമയം ഒരു വിധമാണ് അവിടെ നിന്ന് അവൾ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓടി ചെല്ലുന്ന അവൾ പുകപടലങ്ങൾക്കിടയിൽ ഒരു രൂപത്തെ കാണുന്നു. എന്താണതെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് അത് തന്റെ മകൾ റേച്ചൽ ആണെന്നും അവളെ ഒരാൾ കൂട്ടിക്കൊണ്ട് വരികയാണെന്നും മനസ്സിലാവുന്നത്. ആ വന്നിരിക്കുന്ന ആളും മറ്റാരുമല്ല, നമ്മുടെ കഥയിലെ നായകനായ ടിം ആണ്. തുടർന്ന് ടിം റേച്ചലിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു. മുന്നേ പെയിന്റിംഗ് വിൽക്കുന്ന കാര്യത്തെ പറ്റി റൂജയോട് സംസാരിച്ച് അവളുടെ അച്ഛന്റെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ട് ആ പെയിന്റിംഗ് ഒക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനായി അതിനകത്തെ ക്രാക്കും കാര്യങ്ങളും മാറ്റിയെടുക്കാനായി വന്നിരിക്കുന്നതാണ് ടിം. പറഞ്ഞു വരുമ്പോ ആങ്കിളുടെ മകനായിട്ട് വരും. ഞാൻ മോളുടെ പടം വരച്ചു തരട്ടെ എന്ന് പറഞ്ഞ് റേച്ചലിനോട് കുശലം പറയുന്ന ടീം അവളുടെ പടം വരച്ചു കൊടുക്കുമ്പോൾ അയ്യേ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞ് റേച്ചൽ ചിണുങ്ങുമ്പോ അടുത്ത തവണ നന്നായി വരച്ചു തരാമെന്നും ടിം തമാശ പറയുന്നു. ഈ സമയം ജോലിക്കാരിയോട് എങ്ങനെ നിങ്ങളുടെ കാല് മുറിഞ്ഞതെന്ന് റൂജ ചോദിക്കുമ്പോൾ ഞാൻ വീണതാണെന്ന് മാത്രമേ അവർ ഉത്തരം കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പിന്നീട് പെയിന്റിങ്ങിനെ പറ്റി ടിം സംസാരിക്കുന്നു. ഞാനൊന്ന് ആ പെയിന്റിംഗ് പോയി കാണട്ടെ, അതിനകത്ത് എങ്ങനെയാ ക്രാക്ക് വീണതെന്ന് നോക്കിയാലല്ലേ അത് റെഡിയാക്കാൻ സാധിക്കുമെന്ന് ടിം പറയുന്നതൊക്കെ തന്നെ മാറി നിന്ന് കേൾക്കുന്ന ആ ജോലിക്കാരിയുടെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പ് നമുക്ക് കാണാം. അങ്ങനെ ആ പെയിന്റിംഗ് ചെന്ന് കാണുമ്പോൾ ടിമ്മിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എത്ര മനോഹരമായിട്ടുള്ള പെയിന്റിംഗ് എന്ന് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം, എന്തോ തട്ടിമറിഞ്ഞു വീണ ശബ്ദമാണ്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ബോക്സിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണിത്. ഈ ഫോട്ടോയിലെ പെൺകുട്ടിയും ഈ പെയിന്റിംഗിലെ പെൺകുട്ടിയും ഒരേപോലെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് ടിം അത് നോക്കുമ്പോഴേക്കും ഫോട്ടോയിൽ പെട്ടെന്ന് ഒരു ക്രാക്ക് വീഴുന്നു. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഭയങ്കര അമ്പരപ്പോടുകൂടി നോക്കുന്ന ടിം വേഗം തന്നെ ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനായി റോജയെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം നോക്കിയപ്പോ ഇങ്ങനെ ഒരു ക്രാക്ക് വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് ടിം ആ ക്രാക്ക് വീണ ഭാഗം കുറച്ച് ഇളക്കി എടുക്കുമ്പോഴാണ് അതിനകത്ത് മറ്റൊരു ചിത്രമുള്ള കണക്ക് ഒരു കണ്ണ് കാണാനായി സാധിക്കുന്നത്. ഇത് കണ്ട് ആകെ പേടിക്കുന്ന റോജ നമുക്ക് ഈ പെയിന്റിംഗ് ഒന്നും റെഡിയാക്കേണ്ടത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിനെ തൊടണ്ട എന്ന് പറയുമ്പോൾ പേടിക്കാതെ ഈ പെയിന്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. മോണോലിസ പെയിന്റിംഗില് അത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കുന്ന കണക്ക് തോന്നും. അത് കണക്കാണ് ഇതൊന്നും പറഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാനായി പറഞ്ഞ് റോജയുടെ നേരെ ആ പെയിന്റിംഗ് വെച്ച ശേഷം റോജയുടെ സൈഡിലേക്ക് മാറിപ്പോയി നോക്കാനായി പറയുമ്പോൾ ആ പെയിന്റിംഗിലെ കണ്ണ് റോജയെ നോക്കുന്ന പോലെ തന്നെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് ശരിക്കും അനങ്ങുന്നതായി തോന്നുന്ന റോജയ്ക്ക് വല്ലാണ്ട് പേടിയാവുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കി വിൽക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന റോജ ആകട്ടെ അവിടെ ഒരു ചിത്രം തറയിൽ കിടക്കുന്നത് കാണുന്നു. അതൊരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രമാണ്, പക്ഷെ മുഖം വ്യക്തമല്ല. എന്തുകൊണ്ടോ ആ ഒരു പെയിന്റിംഗ് കാണുന്ന റോജ
റോജയ്ക്ക് തന്റെ ലൈഫിലെ ചില പഴയ സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇതേസമയം റേച്ചൽ ഒരു രക്തക്കറയൊക്കെ പുരണ്ട ഒരു വെള്ള തുണിയെടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് കാണുന്ന റൂജ വേഗം ചെന്നത് പിടിച്ചു വാങ്ങി ഇതൊക്കെ എടുക്കരുതെന്ന് പറഞ്ഞ് അവളുടെ കൈയൊക്കെ കഴുകുന്ന സമയത്ത് എത്ര കഴുകിയിട്ടും രക്തക്കറ പോവാത്തതായും വാഷ് ബേസിന്റെ അവിടെ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നതായും ഒക്കെ അവൾക്ക് തോന്നുന്നുണ്ട്. കുട്ടിക്കാലത്ത് എപ്പോഴോ നമ്മൾ മുന്നേ കണ്ടിരുന്നില്ല ആ ജോലിക്കാരി ചുവപ്പ് തുണിയുമായി പോയ ഒരു പാഴടഞ്ഞ വീട്, അവിടേക്ക് പോയ റോജയ്ക്ക് ഒരു ചത്ത പാമ്പിനെ കണ്ടതായും അതിന്റെ രക്തമൊക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിലേക്ക് തുള്ളി തുള്ളിയായും ശരീരത്തിട്ടിരുന്ന വസ്ത്രത്തിലേക്ക് തെറിക്കുന്നതായും ഒക്കെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം ഇപ്പോഴും ഓർമ്മ വരുന്നവൾ വളരെ പാനിക് ആവുന്നു. അപ്പോഴാണ് റേച്ചൽ നിലവിളിക്കുന്ന ശബ്ദം. എന്ത് പറ്റിയെന്ന് ചെന്ന് ചോദിക്കുമ്പോൾ കട്ടിലിനടിയിൽ എന്തോ ഉണ്ടെന്ന് പേടിയോടുകൂടി അവൾ പറയുന്നു. എന്താണെന്ന് അറിയാനായി കട്ടിലിനടിയിലേക്ക് നോക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ജനാലയൊക്കെ ശക്തിയിൽ അടയുകയും ലൈറ്റൊക്കെ ഓഫ് ആവുകയും ഒരു കാൽത്തടം കേൾക്കുകയും ചെയ്യുന്ന ഉടനെ റൂജ പേടിക്കുന്നു. അപ്പോഴേക്കും ഒരു ഭയാനകമായ രൂപം കട്ടിലിൽ ഇരുന്നിരുന്ന റേച്ചലിനെ പിടിച്ച് മൂലയ്ക്ക് കൊണ്ടിരുത്തി അവളുടെ കണ്ണൊക്കെ പിഴുതെടുത്ത് അതിന്റെ ശരീരത്തിൽ നിന്നൊരു പാമ്പ് അവളുടെ കണ്ണിൽ തുളച്ചു കയറുന്നതായൊക്കെ തോന്നുന്ന റോജ അത് കണ്ട് നിലവിളിക്കുമ്പോഴേക്കും അവളുടെ കഴുത്തില് ആ ചുവപ്പ് തുണി ചുറ്റി കൊല്ലുന്ന കണക്ക് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് എല്ലാം ഒന്ന് ശാന്തമാകുന്നു. വേഗം തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ രക്ഷപ്പെടാനായി റോജ ഓടി ചെല്ലുമ്പോൾ നേരെ ടിമ്മിനെയാണ് കണ്ടുമുട്ടുന്നത്. എന്തു പറ്റിയെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ടിം പേടിക്കണ്ട, ഞാനിപ്പോ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും പ്രേതം വരില്ല മോള് പേടിക്കേ വേണ്ട ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു മണി റേച്ചലിന്റെ കാലിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അവൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി. പിന്നീട് ആ പെയിന്റിങ്ങിനെ പറ്റി റൂജയോട് സംസാരിക്കാണ്. ആ പെയിന്റിങ് നീ ഇപ്പൊ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് റൂജയെ ടിം വിളിച്ചോണ്ട് പോകുമ്പോ കുഞ്ഞിനെ മുന്നത്തെ പോലെ വീട്ടിൽ നിർത്തി പോകാൻ ധൈര്യമില്ലാതെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അകത്തേക്ക് കയറാൻ റൂജയ്ക്ക് വല്ലാത്ത പേടി. കാരണം ഈ വീട്ടിലിപ്പോ വന്ന ശേഷം ലൈഫിൽ നടക്കുന്ന മുഴുവൻ അമാനുഷികമായ സംഭവങ്ങളാണ്. അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ ആ പെയിന്റിങ് ചെന്ന് കാണുമ്പോ അത് മുന്നേ കണ്ട കണക്ക് കണ്ണ് മാത്രമല്ല അകത്തുള്ളത്, മറ്റെന്തോ ഒരു ചിത്രം കൂടിയുണ്ട്, മറ്റൊരു മുഖം തന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഈ പെയിന്റിങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് ദുരൂഹത നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന റൂജ തനിക്കിത് കാണണ്ടെന്നും എത്രയും പെട്ടെന്ന് ഇത് വിൽക്കാനുള്ള വല്ല വഴി നോക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് ടിമ്മിന്റെ കൂടെ പോകുന്നു. ഇവർ സ്റ്റേ ചെയ്യുന്ന അടുത്ത് നിന്ന് ഈ പടം വരയ്ക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ തിരിച്ചവർ കാറിലാണ് പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്തെല്ലാം വളരെ അമാനുഷികമായ എന്തോ ഒന്ന് ഫോളോ ചെയ്ത് വരുന്ന കണക്ക് തോന്നിയിരുന്ന റേച്ചൽ പെട്ടെന്ന് ആ രൂപം വിൻഡോയിൽ വന്ന് ഇടിക്കുന്ന കണക്ക് പേടിച്ച് നിലവിളിക്കുന്നു. ആ ശബ്ദം കേട്ട് മുന്നത്തെ സീറ്റിലിരുന്ന് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പിറകെ റേച്ചലിനെ കാണുന്നില്ല. തുടർന്ന് റേച്ചലിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു വശത്ത് റേച്ചലിന്റെ കാലിൽ കെട്ടിയ മണിയുടെ ശബ്ദം കേട്ട് ടിം അതിനെ പിന്തുടർന്ന് പോകുമ്പോ മറുവശത്ത് റേച്ചലിനെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ രൂപത്തെ പിന്തുടർന്ന് പോവുകയാണ് റൂജ. അത് എന്തെങ്കിലും ഇല്യൂഷൻ ആയിരിക്കുമെന്നെല്ലാം ടിം പറഞ്ഞത് കേൾക്കാതെയാണ് അവൾ പോകുന്നത്. ഇതേസമയം അത് യഥാർത്ഥത്തിൽ റേച്ചൽ ആയിരുന്നില്ല. യഥാർത്ഥ റേച്ചലിനെ കാട്ടിൽ വെച്ച് കാണുന്ന ആ ജോലിക്കാരി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായി നമുക്ക് കാണാം. അപ്പോഴേക്കും റേച്ചലിനെ അന്വേഷിച്ചു പോയിരുന്ന റൂജയെ വീണ്ടും ആ ചുവപ്പ് തുണി ആക്രമിക്കുന്നു. അത് അവളെ ചുറ്റിവരിഞ്ഞ് ആ പാഴടിഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടു തള്ളുകയാണ്. വീണ്ടും ഞാൻ ഇവിടേക്ക് വന്നു ആ വീട് കണ്ട് ഫ്ലാഷ് ബാക്കിൽ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചത് നന്നായി അറിയാവുന്നവൾ അല്പം പേടിയോടുകൂടിയാണെങ്കിലും അകത്തേക്ക് നടക്കുന്നു. അവിടെ പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തെ കണ്ട് പേടിച്ചോടുന്ന റൂജ കാണുന്നത് ആ ജോലിക്കാരി തന്റെ മകളെ കൊല്ലാനായി ശ്രമിക്കുന്നതാണ്. ഒരു കുഴിയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് അവൾ പേടിയോടുകൂടി ചോദിക്കുമ്പോൾ ഇതിനെ കൊന്നില്ലെങ്കിൽ ആ പ്രേതം എന്നെ കൊല്ലും, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവരതിനെ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് പിറകിലൂടെ എത്തുന്ന ടിം അവരെ തലക്കടിച്ച് കൊല്ലുകയും റേച്ചലിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഇവർ തിരിച്ച് ആ പെയിന്റിംഗ് ഉള്ള മുറിയിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്ത് പെയിന്റിംഗ് കുത്തിക്കീറാനായി ദേഷ്യം വന്ന് റൂജ ഒരുങ്ങുമ്പോഴേക്കും റേച്ചലിന്റെ ശരീരത്തിലേക്ക് ആ പ്രേതം പ്രവേശിക്കുകയും അതിവരെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് തടയാൻ നോക്കുന്ന ടിമ്മിനെയും അത് തിരിച്ചാക്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആക്രമിക്കുന്നത് തന്റെ മകളല്ല, അവൾ പൊസസ്ഡ് ആണ് എന്ന തിരിച്ചറിവില് നല്ലൊരു അടി റൂജ കൊടുക്കുമ്പോഴേക്കും റേച്ചൽ താഴേക്ക് വീഴുന്നു. റേച്ചൽ നോർമൽ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന റൂജ വേഗം തന്നെ ആ പെയിന്റിംഗ് നോക്കുമ്പോൾ ആ പെയിന്റിംഗ് ഭയങ്കര കൊടൂരമായ ഒരു പെണ്ണിനെ ടോർച്ചർ ചെയ്യുന്ന കണക്കൊരു പെയിന്റിംഗ് ആയിരുന്നു. രണ്ടും തന്നെ പുറമെന്ന് നോക്കിയപ്പോ വളരെ മനോഹരമായി ഉണ്ടായിരുന്ന ആ ഒരു ചിത്രത്തിന്റെ പിറകിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന അമ്പരപ്പില് റൂജ നിൽക്കുമ്പോൾ ആ പെയിന്റിംഗിൽ നിന്ന് പ്രേതം പുറത്തേക്ക് വരികയും ഇവരെ ആക്രമിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടിമ്മിനെയും റൂജയും ആ ദുരാത്മാവ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അങ്കിളുടെ വരവ്. അങ്കിൾ വന്ന പാടെ തന്നെ ടിം വേഗം അങ്കിളിനെ അടിച്ച് ബോധം കെടുത്തുമ്പോ റൂജ ടിമ്മിന്റെ ഈ ഭാവമാറ്റത്തിൽ അമ്പരന്ന് പോയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ടിം യഥാർത്ഥത്തിൽ ഈ അങ്കിളുടെ മകനല്ല. ഈ അങ്കിളുടെ മകൻ ഇവിടേക്ക് അങ്കിൾ പറഞ്ഞു വിട്ടത് പ്രകാരം വന്ന സമയം ടിം ആ മകനെ കൊന്നവിടെ ഇട്ട് അവന്റെ വേഷത്തിൽ റൂജയുടെ അടുത്തേക്ക് വന്നതാണ്. പിന്നെ ആരാണ് ടിം എന്ന് നിങ്ങൾക്ക് സംശയം വരുന്നില്ലേ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? മറ്റാരുമല്ല, ഈ ഒരു ഫോട്ടോയില് ഉപദ്രവിക്കപ്പെടുന്ന ആ ഒരു ലേഡി, ഈ ഫോട്ടോയിലെ മോഡലായ ആ ഒരു ലേഡിയുടെ മകനാണ് ടിം. പറഞ്ഞു വരുമ്പോ റൂജയുടെ സ്റ്റെപ്പ് ബ്രദറായി വരും. അതായത് റൂജയുടെ അച്ഛന് ഇല്ലീഗലായ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു റിലേഷനിലെ സ്ത്രീയെ ഒരു ഭാര്യ എന്ന കണക്ക് യൂസ് ചെയ്യുമായിരുന്നെങ്കിലും ആ രീതിയിൽ യാതൊരുവിധ സ്നേഹവും പരിഗണനയും അവർക്ക് കൊടുത്തിരുന്നില്ല. അവരെ തന്റെ ഫോട്ടോയിലെ വളരെ മോശപ്പെട്ട ഒരു മോഡൽ എന്ന രീതിയിൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അവരെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച്
പീഡിപ്പിക്കുകയും ആ പീഡനം ലൈവായി കണ്ട് ആസ്വദിച്ചുകൊണ്ട് അതിന്റെ പെയിന്റിങ് വരയ്ക്കുകയും ചെയ്യുമായിരുന്ന ഒരു സൈക്കോ ആർട്ടിസ്റ്റ് ആയിരുന്നു റൂജയുടെ അച്ഛൻ. ടിമ്മിനെയും ടിമ്മിന്റെ അമ്മയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ട ആ ഒരു പാഴടഞ്ഞ വീട്ടിലായിരുന്നു റൂജയുടെ അച്ഛൻ താമസിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഒരു റിലേഷൻ തന്റെ ഹസ്ബൻഡിനുള്ള കാര്യം റൂജയുടെ അമ്മയ്ക്കും അറിയാമായിരുന്നു. റൂജയുടെ അമ്മ അതുകൊണ്ട് തന്നെ തന്റെ ഹാഫ് ബ്രദറാണ് ടിമ്മെന്നറിയാതെ ടിമ്മിന് നല്ലൊരു സുഹൃത്തായി കുട്ടിക്കാലത്ത് കൂട്ടുകൂടി നടന്നിരുന്ന റൂജയെ ടിമ്മുമായി കൂട്ടുകൂടുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. കൂടാതെ അവരെ തന്റെ ലൈഫിൽ നിന്ന് ഒഴിപ്പിക്കാനായി അവർ താമസിച്ചിരുന്ന വീട്ടിൽ ഈ ജോലിക്കാരിയുടെ സഹായത്തോടെ പണ്ട് റൂജയുടെ അമ്മ കൂടോത്രം ചെയ്തിരുന്നു. പാമ്പിനെയൊക്കെ കൊന്ന് അവിടെ അങ്ങനെ ചില മന്ത്രവാദങ്ങൾ ചെയ്തത് അറിയാതെ അടുത്ത ദിവസം അങ്ങോട്ടേക്ക് ചെന്ന റൂജ ടിമ്മിനെ കാണാതെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ആ ചത്ത പാമ്പ് അവിടെ കിടക്കുന്നത് കണ്ടതും അതിന്റെ രക്തം റൂജയുടെ ശരീരത്തിലേക്ക് വീണ് റൂജ ആകെ പേടിച്ചോടിയതുമൊക്കെ. റൂജയ്ക്ക് ടിമ്മിനെ വലിയ ഇഷ്ടമായിരുന്നെങ്കിലും അവനുമായി കളിക്കുന്നത് അമ്മ വിലക്കിയതുകൊണ്ട് അവളും പതിയെ പതിയെ അവോയ്ഡ് ചെയ്യാനായി തുടങ്ങി. അവൾക്ക് അന്ന് കാര്യമൊന്നും അറിയില്ല, അവളൊന്ന് കൊച്ചുകുട്ടിയല്ലേ. ഇതേ ടിമ്മിന്റെ അമ്മയെ അവർ ഭർത്താവായി കണ്ടിരുന്ന, എന്നാൽ അവരെ കാര്യം കാണാൻ മാത്രം ഉപയോഗിച്ചിരുന്ന റൂജയുടെ അച്ഛൻ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. അവരെ മറ്റു പലർക്കും കാഴ്ചവെച്ച് അത് കണ്ട് ആസ്വദിച്ച് ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. മുഖമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം കണ്ടിരുന്നില്ലേ പണ്ടത്? ടിം റൂജയ്ക്ക് വരച്ചു കൊടുത്ത ചിത്രമായിരുന്നു. എന്തായാലും ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഒടുക്കം ടിമ്മിന്റെ അമ്മയെ കെട്ടിത്തൂക്കി അവരാ കയറിൽ കിടന്ന് പെടയുന്നതും റൂജയുടെ അച്ഛൻ കണ്ട് ആസ്വദിച്ച് പടമായി വരച്ചിരുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന ടിമ്മിന് അമ്മയെ രക്ഷിക്കാനായി കഴിയുന്നില്ല. അവൻ രക്ഷപ്പെടുത്താനായി കാലിലൊക്കെ പിടിച്ചു വലിച്ച് ശ്രമിക്കുന്ന അതും കണ്ട് ആസ്വദിച്ച് അയാൾ അതിന്റെയും കൂടി ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു വശത്തെ ടിം അവന്റെ അമ്മയെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുമ്പോൾ അവർ ജീവന് വേണ്ടി ആ കയറിൽ കിടന്ന് പെടയാണ്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് റൂജയും അവളുടെ അമ്മയും വരുന്നുണ്ടെങ്കിലും ടിം നിലവിളിക്കുന്നത് കേട്ടിട്ട് അവരാരും രക്ഷപ്പെടുത്താനായി നിന്നിരുന്നില്ല. തന്റെ അമ്മ പറയുന്നത് കേട്ട് റൂജയും അന്ന് കുട്ടിയായിരുന്നത് കൊണ്ട് നിശബ്ദയായി അവിടെ നിന്ന് മടങ്ങിപ്പോയിരുന്നു. എന്റെ അമ്മയെ കൊന്ന് എല്ലാവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. ആ പടം വരച്ച നിന്റെ അച്ഛൻ, അതിന് കൂട്ടുനിന്ന് അയാളുടെ സുഹൃത്തുക്കള്, നീ, നിന്റെ അമ്മ, ഈ പെയിന്റിംഗ് വാങ്ങി ഇത് കണ്ട് ആസ്വദിക്കുന്ന എല്ലാവരും, അതിനായിട്ട് ഞാൻ ചെയ്ത മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത്. അവൻ ഇങ്ങനെ പ്രതികാരത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ റേച്ചലിനെ അവനിപ്പോ കെട്ടിയിട്ട് റൂജയുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലാനായി ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്ന റൂജയ്ക്ക് ഭയങ്കര ടെൻഷനാവുന്നു. കാരണം അവൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ടിമ്മിനോട് ചെയ്തിട്ടില്ല. അപ്പോ അന്ന് ഉപദ്രവങ്ങളേറ്റ് മരണപ്പെട്ട ടിമ്മിന്റെ അമ്മയും അതിനെല്ലാം സാക്ഷിയായ ടിമ്മും കൂടി ചേർന്നാണ് ഈ പ്രതികാരം ചെയ്യുന്നത്. എന്തായാലും റേച്ചലിനെ ആക്രമിക്കാനായി നോക്കുമ്പോൾ റൂജ് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തടയാനായി നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ടിം ഇവരെ ആക്രമിക്കാനായി ആയുധമെടുക്കാനായി ബാഗിൽ കൈയിടുമ്പോഴേക്കും ആ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു വിഷപ്പാമ്പ് ടിമ്മിനെ കൊത്തുന്നു. ആ വിഷപ്പാമ്പിനെ അതിൽ ഇട്ടിരുന്നത് ടിമ്മ് തന്നെ കൊന്ന ആ ജോലിക്കാരിയാണ്. കാരണം ഈ വന്നിരിക്കുന്നത് മിത്രമല്ല, ശത്രുവാണെന്ന് അവനെ കണ്ടപ്പോഴേ അവർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നടന്ന എല്ലാ കഥകളും അറിയാലോ, കാരണം ടിമ്മിനെയൊക്കെ കൊച്ചിലെ ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതായിരുന്നു. അങ്ങനെ അവിടെ ഒരുവിധം തന്റെ കെട്ടൊക്കെ അർത്ത് ടിമ്മുമായി ഫൈറ്റ് ചെയ്യുന്ന റൂജ അവനെ തിരിച്ച് ആക്രമിക്കുകയും തൊടയിൽ കുത്തുകയും ആ പെയിന്റിംഗ് അവന്റെ ദേഹത്തേക്ക് തള്ളിയിടുകയും കെമിക്കൽ എടുത്ത് അവന്റെ കണ്ണിലൊഴിച്ച് അവന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുകയും ഒടുക്കം ആ പെയിന്റിങ്ങോടുകൂടി തന്നെ അവനെ കത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രേതവും അവരുടെ മകനും കത്തിച്ചാമ്പലാവുകയാണ്. ഈ സമയം കുഞ്ഞുമായി അവിടെ നിന്ന് കാറിൽ പുറപ്പെട്ടു പോകുന്ന റൂജ അമ്മയുള്ളപ്പോ മോള് പേടിക്കണ്ട, അമ്മ എന്ത് വില കൊടുത്തും മോളെ സംരക്ഷിക്കുമെന്ന് കുഞ്ഞിന് ഉറപ്പ് കൊടുക്കുന്ന ഇതേ സമയം തന്നെ ആ കത്തിക്കൊണ്ടിരുന്ന പെയിന്റിങ്ങിന്റെ കുറച്ചു ഭാഗം കത്താതെ വളരെ രൂക്ഷമായ ഒരു ഭാവത്തിൽ അവശേഷിക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെ അതോടുകൂടി ഈ ഒരു കഥ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വ്യത്യസ്തമായ ഹൊറർ ചിത്രം ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ടിമ്മിന് പിന്നിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾക്കും അത് ഒരു ട്വിസ്റ്റ് ആയി തോന്നിയെങ്കിൽ ഷൈം കമന്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മിസ്സാക്കാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.